ദീപാവലി ആയിട്ട് നല്ല മധുരം കിട്ടുന്ന സ്ഥലം എവിടെയാന്ന് നോക്കി നടക്കുക ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ ഒരു ലുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് കമ്മലൊക്കെ ഇട്ടിട്ട് രസമുണ്ടോ? നല്ല സ്വീറ്റ്സ് കിട്ടുന്ന കട കിട്ടി ഗായ്സ്, ബാലാജി സ്വീറ്റ്സ്. അങ്ങനെ അത് തപ്പി മാപ്പ് നോക്കി പോവാട്ടോ. ഞാനാണ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വഴി തെറ്റിയില്ല എന്നായിരുന്നു എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ പോയി, വഴി തെറ്റി. താത്തൻ്റെ വായന്ന് കുറേ ചീത്ത കേട്ട് ഒരു ഉറപ്പില്ലാണ്ട് ഞാൻ ആ ഇരുന്ന് കേൾക്കുകയും ചെയ്ത്. വഴി തെറ്റെങ്കിലും എന്താ, നീ വണ്ടി പോണ കണ്ടില്ലേ, അത് മതി. അങ്ങനെ ഞങ്ങൾ ബാലാജീനെ കണ്ടുപിടിച്ചു ഗായ്സ്. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കൂടാണ്ട് അവിടെ ഉള്ള പെണ്ണ് എന്തോ ബംഗാളിയാണോ അതെന്താ പറയണ മനസ്സിലാവില്ല, എന്തോന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നി ബാലാജി ബംഗാളി ആയിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് തിന്നാ പോരെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്വീറ്റ്സൊക്കെ മേടിച്ച് നേരെ നീ വീട്ടിലേക്ക് പോകാട്ടോ. വീട്ടിലെത്തി ഇതിനുള്ളിൽ എന്താണെന്ന് കാണാനുള്ള പൂതി കൊണ്ട് നമ്മൾ അങ്ങോട്ട് തുറന്ന് കാണലും തിന്നലും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് ബീച്ചിലൊന്ന് പോയിട്ടോ. നല്ല മിന്നലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളത് നോക്കിയില്ല. കുറച്ചൊരു ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് ടൈം പോയിട്ടോ. ഞാനൊരു മാങ്ങ മേടിച്ച്, ക്യാരറ്റൊക്കെ മേടിച്ച് അത് തിന്ന്, ഒരു കല്ലുമ്മക്കായ മേടിച്ച്, കാടമുട്ട മേടിച്ച്. ഇന്ന് തന്നത് ഇത്രയൊക്കെ മതിയില്ലേ, വേഗം വീട്ടിൽ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ തിന്നും. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്, നമുക്ക് ഇനി അടുത്ത വീട്ടിൽ കാണാം.